ए राजू इधर आ। देख इधर, ऐसे क्यों छोड़ रहे? साहब जी वो जिनिश का काम है। क्लीन करो। हाँ। ജിനേഷേ, നിന്നെ ഞാൻ എന്തിനാ ഇവിടെ പണിക്ക് വെച്ചിരിക്കുന്നത്? ക്ലീനിങ് അല്ലാണ്ട് 24 മണിക്കൂറും വെട്ടി വിഴുകാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. വിശന്നിട്ടല്ലേക്കാ. ഇങ്ങനെ മിനിറ്റിന് വിശക്കുന്നവന് പറ്റിയ പണിയല്ലത്. ഇക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ തിന്നരുത്, നിർത്തി ഇന്നത്തോടെ തീറ്റ നിർത്തി പോരെ. രമ്മോ ഇത്തിരി പീസാണ്. ആ അജയ, നീ ആ ചെമ്പകമ്മോളോട് നോമ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നു? അതവർക്ക് എപ്പോഴേ അറിയാം. അത് കണക്കൂട്ടി അവരെന്തെല്ലോ പരിപാടി ഇട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എല്ലാരും അറിയുന്നുണ്ട് കേട്ടോ. എന്താടി നീ പെണ്ണുങ്ങളുടെ കുടിക്കാൻ പറ്റി അടി വാങ്ങിയില്ലേ? നാണം ഉണ്ടോടാ? കഴുത. അജയ എന്താ ശരിക്കും അവളെ പിടിച്ചടാ? ഇവരൊരു പോത്തിന് ഒറ്റയ്ക്ക് മറച്ചിട്ട് കാര്യം പറയാൻ ആർക്കും പറ്റില്ല. ഒരു പെണ്ണിനെയും ചെയ്തിട്ടപ്പോഴത്തേക്കും അത് ലോകം മുഴുവൻ പാട്ടാണ്. ഇവിടെ ഈ കാര്യത്തൊരു കുഞ്ഞും കൂടി ഇല്ല. വീട്ടിൽ നാട്ടൊരു മുഴുവൻ പറഞ്ഞു നടക്കണേ. ഞാനൊന്നുമില്ല. ഇവിടെ കുടുംബശ്രീക്കാരെ മീറ്റിംഗിൽ വരെ നിന്റെ കാര്യം ചർച്ച. അവളവരുടെ അടുത്തൊക്കെ പറഞ്ഞു. അവിടെ ഒരു ചായരോ അതിരും കുട്ടി കുട്ടണ്ട. വിരൽ തുമ്പും ചുംബിക്കും നിമിഷത്തിൻ ചിറകടി. ഒരുത്തി പോയാൽ മറ്റൊരുത്തി നോക്കണം, അല്ലാതെ പിന്നെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അതിന് നീ ഇങ്ങനെ ചൂടായാലോ? വീടും കുടുംബവും ഇല്ലാത്തവരൊക്കെ തെണ്ടികളാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരി അൻവരെ, നാളെ ഞാൻ പോവാണേ. ഓ, കണക്കൊക്കെ റെഡിയാച്ചാ? അതൊക്കെ റെഡിയാണ്. ഏപ്രിൽ ഒരു 15 ദിവസത്തെ കാറ്ററിങ്ങിന്റെ കൂടി ചേർത്തുണ്ട് കേട്ടോ. നിനക്ക് 1 മാസം റെസ്റ്റടാ. ആ ശരി, ഇനി ഞാൻ നോമ്പ് കഴിഞ്ഞേ വരുള്ളൂ. എൻ്റെ വക പള്ളിക്ക്. പോട്ടടാ.